റിപ്പോർട്ട് ലൈവിലേക്ക് വീണ്ടും. നമ്മുടെ നാടിനെ നടുക്കിയ സംഭവങ്ങളിലൊന്നായിരുന്നു തിരുവനന്തപുരം കരമനയിലെ അരുംകൊല. കരമനയിൽ അഖിൽ എന്ന യുവാവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന ഇന്ന് തന്നെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. അവനെയൊക്കെ തൂക്കിക്കൊള്ളണം സാർ. അവനൊക്കെ വെറുതെ വിടണ്ട. അവന്റെ പിള്ളേർക്ക് കണ്ടാൽ എങ്ങനെ ഇവർക്ക് ചെയ്യാൻ തോന്നി? 14 വയസ്സ് പോലും പറയൂല. ദൂരമുണ്ട്. ഇവനൊക്കെ ഒരിക്കലും വെറുതെ വിടരുത്. ഇവനൊക്കെ കൊല്ലണം. വെളിയിൽ വരരുത്. ഇനി പുറലോകം കാണൂല. തൂക്കിക്കൊല്ലാൻ ഉള്ള വിധി അത് കിട്ടുകയും അതുവരെ കാത്തിരിക്കും. ഈ പുറലോകം കാണല്ലവര്. പിതാവാണല്ലോ അഖിലിന്റെ അച്ഛനാണ്. എന്റെ മോൻ ഒരു തെറ്റിന് ഒരു പെറ്റി കേസ് പോലും എന്റെ മോനില്ല. അവൻ കൊണ്ട് വരുന്നത് കഴിക്കാതെ നമ്മൾ ജീവിതം കഴിഞ്ഞു പോകണത്. എന്റെ മോനെ ഇങ്ങനെ ചെയ്തവന്മാര് ഇനി ഈ തൂക്കിക്കൊല്ലല്ല നമ്മൾ അറിയണം. അത് മാത്രമേ നമുക്കറിയാവുള്ളൂ. ഇനി അവരെ അറിയാൻ പറ്റൂല, കാണാൻ പറ്റൂല. വിനോദ് ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനോദ്, ഏറെ വൈകാരികമായിട്ടാണ് അഖിലിന്റെ പിതാവും ബന്ധുക്കളും നാട്ടുകാരും അടക്കം പ്രതികരിച്ചത്. കാരണം ഇനി ഒരു അച്ഛനും ഈ ഗതി ഉണ്ടാകരുത് എന്ന് വളരെ പരിഭവത്തോടു കൂടി ഈ പിതാവ് തന്റെ ദുഃഖം പങ്കുവെക്കുന്നുണ്ട്. ഇന്ന് തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ എത്രത്തോളം വൈകാരികമായിട്ടാണ് നാട്ടുകാരും ബന്ധുക്കളും പ്രതികരിച്ചത്? മാത്രം അതോടൊപ്പം അറിയേണ്ടത് ഈ അഖിൽ എന്ന യുവാവിനെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? ടോം, ഏറ്റവും നിഷ്ഠൂരമായ കൊലപാതകമെന്ന് പറയാവുന്ന ഒരു കൃത്യമാണ് നടന്നത്. യുവാവിനെ കൊല്ലുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിൽ ഏറ്റവും നികൃഷ്ടമായി, ഏറ്റവും നീചമായി ഒരു യുവാവിനോട് അവർ പെരുമാറുന്ന കാഴ്ചയാണ് നമ്മൾ അന്ന് ആ ദൃശ്യങ്ങളിൽ കണ്ടത്. കമ്പി കൊണ്ട് തുടർച്ചയായി തലയ്ക്കടിക്കുക, അതോടൊപ്പം തന്നെ വലിയ ഭാരമുള്ള കല്ല്, അത് 6 തവണയാണ് അഖിലിന്റെ ശരീരത്തിലേക്ക് ഇവർ ഉയർത്തിയിട്ടത്. തലയോട്ടി പിളർന്നാണ് മരണം സംഭവിച്ചത്. ശരീരത്തിൽ മുഴുവൻ ചതവുകളായിരുന്നു. ഒരു ചെറിയ വാക്ക് തർക്കത്തിന്റെ പേരിൽ കൃത്യമായ ഗൂഢാലോചന നടത്തി അഖിലിന്റെ വീടിനടുത്തേക്ക് ഇവർ വാഹനത്തിലേക്ക് എത്തി. 3 പേർ അഖിലിനെ ഓടിച്ചിട്ട് തൊട്ട് വീടിനടുത്തുള്ള പറമ്പിലേക്ക് വരികയും അവിടെ ഇട്ട് അതിക്രൂരമായി, അതിനീചമായി തന്നെ അവർ കൊലപാതകം നടത്തുകയുമായിരുന്നു. ആ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്ന സ്ഥാപനത്തിലെ CCTVയിലാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞത്. അതേ സ്ഥലത്ത് ഇന്ന് പ്രതികളെ എത്തിച്ച് പോലീസ് തെളിവെടുത്തു. ഏറെ വൈകാരികമായ ഒരു കാഴ്ചയായിരുന്നു. തീർത്തും സാധാരണമായ ഒരു കുടുംബം, നിർധനമായ ഒരു കുടുംബം, ഷീറ്റ് മേഞ്ഞ 2 മുറിയിൽ കഴിയുന്ന തീർത്തും പാവപ്പെട്ട ഒരു കുടുംബം. ആ കുടുംബത്തിലെ ഒരു അംഗമാണ് അഖിൽ സ്വന്തമായി ഈ പ്രാവുകളെയും അങ്ങനെയുള്ള പക്ഷികളെയും ഒക്കെ വളർത്തി അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. നേരത്തെ ഏതെങ്കിലും ക്രിമിനൽ കേസുകളിലോ അടിപിടി കേസുകളിലോ ഉൾപ്പെട്ട ആളല്ല. ഒരു വാക്ക് തർക്കം ഉണ്ടായതിന്റെ പേരിൽ ഈ പ്രതികളുടെ പശ്ചാത്തലം നമുക്ക് അറിയാം. 2019 മറ്റൊരു ക്രൂരമായ കൊലപാതകം, അന്ന് തിരുവനന്തപുരത്തെ, കേരളത്തെ മുഴുവൻ നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു. 2019 സമാനമായ രീതിയിൽ കൊല നടത്തി ജാമ്യത്തിലിറങ്ങി വീണ്ടും ഒരു കൊലപാതകത്തിലേക്ക് പോവുകയായിരുന്നു. ഇന്ന് ഈ തെളിവെടുപ്പിന്റെ സമയത്ത് പ്രതികൾ കൃത്യമായി പോലീസിനോട് കാര്യങ്ങൾ വിശദീകരിച്ചു. എങ്ങനെയാണ് അഖിലിനെ കൊലപ്പെടുത്തിയത്? കമ്പി കൊണ്ട് അടിച്ചു, തുടർന്ന് കല്ല് ശരീരത്തിലേക്ക് എടുത്തിട്ടു, ഈ വാഹനത്തിലെത്തിയത്, ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ആ സ്ഥലത്ത് നിന്ന് പോലീസിനോട് ഈ പ്രതികൾ വിവരിച്ചു. പോലീസിന്റെ വലിയ സേന, അതായത് വലിയ സാന്നിധ്യം ഇന്നുണ്ടായിരുന്നു. ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ സുരക്ഷയുടെ ഭാഗമായി എത്തി. ഒരുപക്ഷെ അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടായേക്കാം എന്നൊരു നിലയുണ്ടായിരുന്നു. ഈ ഒരു സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഏതാണ്ട് 6ഓളം പോലീസ് ജീപ്പുകൾ ഉണ്ടായിരുന്നു. പോലീസിന്റെ വാനിലാണ് ഈ പ്രതികളെ, വലിയ ബസ്സിലാണ് ഇവരെ അവിടേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം ACPയുടെ നേതൃത്വത്തിൽ, ഫോർട്ട് ACയുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് വിന്യാസം അവിടെ ഉണ്ടായിരുന്നു. ബന്ധുക്കളെയും നാട്ടുകാരെയും അവിടെ നിയന്ത്രിച്ച് നിർത്തുന്നതിന് പോലീസ് സേനയെ വിന്യസിച്ചു. അതിനുശേഷം അവരെ പുറത്തിറക്കി ഈ സ്ഥലത്തേക്ക് കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുകയായിരുന്നു. കൃത്യമായി ഈ പ്രതികൾ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചു. ഇതിൽ 1-ാം പ്രതി അഖിൽ അപ്പു എന്ന 1-ാം പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നിരുന്നു. അവിടെ നിന്ന് പിടികൂടി കൊണ്ടുവരുമ്പോൾ അവിടെ ഒളിവിൽ താമസിച്ച സ്ഥലം,
മറ്റ് രേഖകൾ, വിവരങ്ങൾ ഇതെല്ലാം തന്നെ ആദ്യം തന്നെ പോലീസ് ശേഖരിച്ചു. അവിടെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. ഇവർ കരമനയിൽ ഗൂഢാലോചന നടത്തിയ ഒരു മുറിയുണ്ട്. ആ മുറിയിലെ തെളിവെടുപ്പ്, കാർ വാടകയ്ക്കെടുത്ത സ്ഥലം അവിടെ അങ്ങനെ മുഴുവൻ സ്ഥലങ്ങളിലും ഈ കൊലപാതകത്തിന് മുൻപ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഗൂഢാലോചനയും ഇവരുടെ യാത്രയും ഒക്കെ നടന്ന, കൊലപാതകത്തിന് ശേഷം ഇവർ ഒളിവിൽ താമസിച്ച മുഴുവൻ സ്ഥലങ്ങളിലേക്കും അന്വേഷണ സംഘം കസ്റ്റഡി കാലാവധിയിൽ പ്രതികളെ കൊണ്ടുപോയി എല്ലാ തെളിവുകളും ശേഖരിച്ചു. ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് കോടതിയിൽ തിരികെ പ്രതികളെ ഹാജരാക്കേണ്ടതുണ്ട്. അതിനു മുൻപായി ഏറ്റവും ഒടുവിൽ ഈ കൃത്യം നടന്ന സ്ഥലത്തെ തെളിവെടുപ്പ്, അതിന് വലിയ പ്രാധാന്യമുണ്ട്. അവിടേക്ക് കൊണ്ടുവന്ന് വാഹനത്തിൽ ഇരുത്തിയല്ല, മറിച്ച് പ്രതികളെ വാഹനത്തിൽ നിന്ന് പുറത്തിറക്കി തന്നെ അവിടെ ആ സംഭവം നടന്ന സ്ഥലത്ത് കൃത്യമായി അവരിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അത് രേഖപ്പെടുത്തി കൃത്യമായി അത് കേസ് ഡയറിയുടെ ഭാഗവും കുറ്റപത്രത്തിന്റെ ഭാഗവുമായി കോടതിയിലെത്തും. ആ നടപടികളെല്ലാം തന്നെ അന്വേഷണ സംഘം പൂർത്തിയാക്കിയിട്ടുണ്ട്. 90 ദിവസത്തിനകം ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുക എന്ന നടപടിയാണ് ഇനി പോലീസിന് മുന്നിലുള്ളത്. പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടാതിരിക്കണമെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകണം. 2019 കൊലപാതകത്തിന്റെ കാര്യം നമ്മൾ സൂചിപ്പിച്ചതാണ്. അന്ന് അനന്തു എന്ന ഒരു ചെറുപ്പക്കാരനെ ഇതുപോലെ ഉത്സവപ്പറമ്പിൽ വെച്ചുണ്ടായ ഒരു തർക്കത്തിന്റെ പേരിൽ ഇവർ ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി നീറമൺകരയിൽ ആളൊഴിഞ്ഞ പ്രദേശത്ത് ഒരു ദിവസം മുഴുവൻ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അന്ന് അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. കരിക്ക് കൊണ്ട് തല ഇടിച്ച് തകർക്കുകയും കൈകാലുകളിലെ ഞരമ്പുകൾ മുറിച്ചു മാറ്റുകയും കണ്ണ് കുത്തിപ്പൊട്ടിക്കുകയും ചെയ്തു. KGF-ലെ സംഭാഷണങ്ങൾ പറഞ്ഞു അവിടെ ഏറ്റവും മൃഗീയമായി ആ യുവാവിനെ കൊലപ്പെടുത്തുകയായിരുന്നു. ഈ പ്രതികളിൽ ഒരാളുടെ ബർത്ത്ഡേ പാർട്ടി ഈ ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു കെട്ടിടത്തിൽ വെച്ച് നടത്തുകയും പിന്നീട് ഇവർ ലഹരി ഉപയോഗിക്കുകയും അതിനുശേഷം അന്ന് ആ യുവാവിനെ കൊണ്ടുവന്ന് കൊലപ്പെടുത്തുകയായിരുന്നു. ആ കേസിൽ ഇവർ ജാമ്യത്തിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും ഒരു നിഷ്ഠൂരമായ കൊലപാതകം നടത്തിയത്. ഏതായിരുന്നാലും പോലീസിനെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് പ്രതികളെ പിടികൂടാനായി തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കിയാണ് വീണ്ടും കോടതിയിലേക്ക് പ്രതികളെ കൊണ്ടുപോകുന്നത്. അഖിലിന്റെ വീട്ടുകാരുടെ നൊമ്പരം അത് വല്ലാത്തൊരു വേദനയുടെ കാഴ്ചയായി. കാരണം അവരാരും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ അവരുടെ മകൻ കൊല്ലപ്പെടുമെന്ന കാര്യം. മാത്രവുമല്ല, ഒരുപക്ഷെ അഖിലിന് പോലും അങ്ങനെ ഒരു സൂചന ഉണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ. കാരണം വീടിന് സമീപത്ത്, വീടിനോട് ചേർന്ന് ഈ പ്രാവിന് തീറ്റി കൊടുത്തിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഈ കൊലയാളികൾ വാഹനത്തിലെത്തുകയും അതിൽ 3 പേർ നേരത്തെ ഉണ്ടായ തർക്കം പറഞ്ഞു തീർക്കാനെന്ന നിലയ്ക്ക് പുറത്തേക്ക് വിളിച്ചിറക്കുകയും ചെയ്യുന്നത്. മർദ്ദിക്കുമെന്ന് കണ്ടപ്പോൾ അല്ലെങ്കിൽ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകും എന്ന ഒരു നിലയുണ്ടായപ്പോഴാണ് അഖിൽ ഓടി മാറുന്നത്. അഖിലിന് പിന്നാലെ ഈ പ്രതികൾ ഓടിയെത്തുകയും പിന്നീട് കമ്പി കൊണ്ട് തുടർച്ചയായി തലയിൽ അടിക്കുകയും ഭാരമുള്ള കല്ല് ശരീരത്തിലിട്ട് കൊലപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. ടോം, വ്യക്തമാണ്. VV വിനോദ് സൂചിപ്പിച്ചതുപോലെ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച സംഭവമാണ് തിരുവനന്തപുരം കരമനയിലുണ്ടായത്. കരമനയിൽ അഖിൽ എന്ന യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുമായി തെളിവെടുപ്പിനെത്തിയപ്പോൾ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഭാഗത്തുനിന്ന് ഏറെ വൈകാരികമായിട്ടുള്ള പ്രതികരണമാണ് ഉണ്ടായത്. ഈ സംഭവത്തിൽ